ഹാമാസ് ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ ഇതിനകം സാധിച്ചു കഴിഞ്ഞു. അതായത് ഗാസ ചുട്ടരിക്കണം, അവിടുത്തെ മനുഷ്യരെ കൊല്ലണം, അവിടുത്തെ മനുഷ്യരെ അഭയാർത്ഥികളായിട്ട് ഓടിച്ചു വിടണം, കുട്ടികൾ മരിക്കണം, പട്ടിണി കിടന്ന് മരിക്കണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിച്ചത്. ഒക്കെ അവരുടെ ആഗ്രഹം പോലെ നടന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മനുഷ്യരാശി മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുമാണ് അവർ കണക്ക് കൂട്ടിയത്. പക്ഷേ ആ കണക്ക് കൂട്ടൽ മാത്രം പിഴച്ചു. ഇത്രയൊക്കെ അവിടെ നടന്നിട്ടും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ആരും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് ചിന്തിക്കുന്നില്ല, നടിക്കുന്നു പോലുമില്ല. ആകപ്പാടെ ഐക്യരാഷ്ട്ര സംഘടനയാണ് പറഞ്ഞത് ഇതൊരു വംശഹത്യയാണെന്ന്. അത് ഇസ്രയേൽ ശക്തിയുക്തം നിഷേധിക്കുകയും ചെയ്തു. ഇസ്രയേലിന് പിന്നിൽ അമേരിക്ക അടിയുറച്ചു നിൽക്കുന്നു. എന്തുവേണേലും ഈ ഹമാസിനെ തകർത്തിട്ടല്ലാതെ പിന്നോക്കം പോകരുതെന്നുള്ള നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുമുള്ളത്. എന്തായാലും ഹമാസ് എന്ന മനുഷ്യദ്രോഹികൾ, ആ ദുഷ്ടന്മാർ, അവന്മാർ എവിടെയെങ്കിലും മാളത്തിലൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. അവർ ഇതൊക്കെ കണ്ട് കണ്ണീർ വാർക്കുന്നുണ്ടോ അതോ ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ മറ്റൊരു രാജ്യത്ത് കടന്നു കയറിയിട്ട് അവിടെ 10,200 പേരെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുക, 300 പേരെ പിടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് അവരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഏതാണ്ട് 48 പേര് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിരുപാധികം വിട്ടയക്കുന്നതിന് പകരം അവരെയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് വിലപേശാൻ നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഒന്നാന്തരമായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഗാസയിലെ ജനങ്ങളും ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് അവർ തിരഞ്ഞെടുത്താണ്, ഹമാസിനെ അവിടെ ഭരിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തതാണ്. നേരെ മറിച്ച് അപ്പുറത്ത് PLO ഉണ്ടായിരുന്നു, ഫത്ത എന്ന് പറഞ്ഞ സംഘടന, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പം മുഹമ്മദ് അബ്ബാസ് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം, ആ ഭാഗം, ആ പലസ്തീൻ അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അവരെ എല്ലാം ഓടിച്ചു വിട്ടിട്ടാണ് ഈ ഹമാസ് ഇവിടെ ഗാസയിൽ അധികാരം പിടിച്ചത്. അവിടുത്തെ ജനങ്ങൾ ഇവരെ സഹായിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലമാണ് അവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ നാട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഏതാണ്ട് 5 ലക്ഷം പേരെ അവരുടെ കെട്ടിടങ്ങളും വീടുകളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഏതാണ്ട് 5 ലക്ഷം പേര് പലായനം ചെയ്യുന്ന ഈ വീഡിയോ ന്യൂയോർക്ക് ടൈംസിലൊക്കെ കണ്ടു. ആളുകളിങ്ങനെ പോവുകയാണ്, ബാണ്ടുമൊക്കെ കെട്ടി എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ് അവർ ചെന്നെത്തുന്നത്? എവിടെയാണ് അവർക്കൊരു അഭയമുള്ളത്? എവിടെയെങ്കിലും ഒരു ടെൻറ്റ് കെട്ടി ഇന്നലെ വരെ നല്ല വീടുകളിൽ നല്ല സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഏതോ മരുഭൂമിയിൽ എവിടെയെങ്കിലും ടെൻറ്റ് കെട്ടി, വെള്ളം കിട്ടുകയില്ല, ഭക്ഷണം കിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലികളുടെ ആക്രമണം ഉണ്ടാകാം. ഇങ്ങനെയൊരു നരകം, വാസ്തവം പറഞ്ഞാൽ ഇതിൽപ്പോ ഒരു നരകം ഒരു ജനതയ്ക്കും ഉണ്ടാവരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതേ സംഭവം തന്നെ നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നുണ്ട്. പാകിസ്ഥാനിലും ഇറാനിലും നിന്ന് ഇതുപോലെ തന്നെ അഫ്ഗാനിലേക്ക് ആളുകളെ ഓടിച്ചു വിടുന്നുണ്ട്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിട്ട് അഫ്ഗാനിൽ നിന്ന് വന്നതാണ് താലിബാൻ അവിടെ അധികാരത്തിലെത്തിയപ്പം. അപ്പോൾ അവരെല്ലാം നിഷ്കരണം തിരിച്ച് അയക്കുകയാണ്. ഇതുപോലെ തന്നെ അവരും അഫ്ഗാനിൽ ചെന്നിട്ട് അവരെന്തോ ചെയ്യും? ആകപ്പാടെയുള്ളത് അവരുടെ രാജ്യമായിരുന്നു എന്നുള്ളൊരു, അവർ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നുള്ള ഏക വ്യത്യാസമാണ് അവിടെയുള്ളത്. എന്നാൽ പോലും ഈ മനുഷ്യരെ ഇങ്ങനെ ആട്ടിത്തെളിച്ച് തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരു സുരക്ഷിതത്വം കിട്ടുന്നതിന് മുമ്പ് തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ക്രൂരമായ കാര്യമാണ് അപ്പം പാകിസ്ഥാനും ഇറാനും ഒക്കെ ചെയ്യുന്നത് അഫ്ഗാൻകാരോട്. അപ്പോൾ അഫ്ഗാൻകാർക്കും അത് വരണം. അവർ ഈ താലിബാൻ്റെയൊക്കെ പെടലിക്ക് പിടിച്ച് ഇറക്കി വിടുന്നതിന് പകരം അവരെ വിസ്മയമാണ് താലിബാൻ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ എഴുതി പിടിപ്പിച്ചത്. വിസ്മയം, എന്ത് വിസ്മയം? കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിസ്മയം കണ്ടു. ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ പെണ്ണുങ്ങൾ വിളിമ്പിലും അവിടെയൊക്കെ കിടക്കുന്നു, ചാറായി കിടക്കുന്നു. പക്ഷേ പുരുഷന്മാർ തൊടാൻ പാടില്ല സ്ത്രീകളെ. തൊട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു പോകുമെന്ന്. അത് കാരണം അവരവിടെ കിടന്ന് ചത്തോട്ടെ, അവരവിടെ കിടന്ന് ചാകുന്നു, ആരും സഹായിക്കാനില്ല. അവരെ സഹായിക്കണമെങ്കിൽ സ്ത്രീകൾ വരണം. എത്ര സ്ത്രീകളുണ്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട്? അപ്പോൾ ഇത്ര നീചമായ ആശയങ്ങൾ, ഇത്ര നിന്ദ്യമായ ആശയങ്ങൾ തലയ്ക്കകത്തിരിക്കുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ അവർക്കുണ്ടാവും. ഇതൊക്കെ അനുഭവിക്കാൻ അവരും പ്രാപ്തരാകേണ്ടി വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിലെ മനുഷ്യർക്ക് സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പുറത്ത് അധികം അറിയുന്നില്ല എന്ന് മാത്രം. ഗാസയിലെ മനുഷ്യർ ഹമാസിൻ്റെ പുറകെ പോയി അതിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങനെയായാലും ഇങ്ങനെ അനുഭവിക്കുന്ന ഇതിനെ അങ്ങനെയൊക്കെ നമ്മൾ ന്യായീകരിക്കുമെങ്കിലും ഈ മനുഷ്യൻ ദുഃഖിക്കുമ്പോൾ, കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നമുക്ക് അത് കണ്ടില്ലെന്ന് അടിക്കാനോ അല്ലെങ്കിൽ അതിൽ ആഹ്ലാദിക്കാനോ ഒരു വകയുമില്ല. അത് ഏറ്റവും ഖേദകരമായൊരു കാര്യമാണ്. ആ യുദ്ധം അവസാനിക്കണം, ആ പ്രശ്നം അവസാനിക്കണം. ഈ ഗാസയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ കൂടി അവർക്ക് വേറെ ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കണം. അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും അവർക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളും കെട്ടിടങ്ങളും സ്കൂളും ആശുപത്രിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഈ യുദ്ധത്തിന് വേണ്ടി പൊടിക്കുന്ന അതിൻ്റെ
ചെറിയൊരു ശതമാനം തുക മതി. ഇത്രയും ഈ 2 മില്യൺ പേരാണ്, അതായത് 20 ലക്ഷം പേരാണ് ഗാസയിലുള്ളത്. അവരെ മാറ്റിപ്പാർപ്പിക്കുക പോലും അത്ര അസാധ്യമായ കാര്യമല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ജോർഡാനോ ഈജിപ്റ്റോ ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ജില്ല വിട്ടുകൊടുത്താൽ മതി. പിന്നെ അവരുടെ ഏതെങ്കിലും ഒരു ജില്ല അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കാനാവും, അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനാവും. ഇവർക്ക് ഒരു 100 വർഷം ജീവിക്കാനുള്ള ഓരോ വർഷവും പിന്നെ ഈ കൃത്യമായി പൈസ കൊടുത്ത്, പിന്നെ കാരണം ഇവിടുന്ന് ഒഴിഞ്ഞു പോയതിന് അത് പിന്നെ കൃത്യമായി അവർക്ക് ഒരു ചിലവിന് കൊടുക്കാനായിട്ട് ഇസ്രയേലിന് കഴിയും, അമേരിക്കയ്ക്ക് കഴിയും, ഇനി ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം കഴിയും. കാരണം അവരെല്ലാം പണമുള്ള രാജ്യങ്ങളാണ്. ഇവരെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. അത് ഗൾഫ് രാജ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇവരെ ഏറ്റെടുക്കാനായിട്ട് ഒരു രാജ്യത്തിനും താല്പര്യം കാണിക്കുന്നില്ല. നേരെ മറിച്ച് ദുബായിലോ സൗദിയിലോ ഒക്കെ ഇവർക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണെങ്കിൽ ഇവർ നല്ലൊരു പങ്ക് അങ്ങോട്ട് ഓടിപ്പോകും. കാരണം നമ്മുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ പിന്നെ ഈ ഒരു പിടി മണ്ണിന് വേണ്ടി കിടന്ന് ബഹളം പിടിക്കുന്നത്. അവിടെ ആകപ്പാടെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഇസ്രയേലൂടെ അവിടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നതിന് പകരം ഇസ്രയേലിനെ മുച്ചൂടും മുടിച്ചിട്ടേ ഞങ്ങളിനി ജീവിക്കൂ എന്ന് ശപഥം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ വംശനാശത്തിലേക്കൊക്കെ പിന്നെ വംശനാശമൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മളെപ്പോലുള്ളവർ കാണേണ്ടി വരുന്നു എന്നുള്ളത്, നമ്മളൊന്നും ഇത് കാണുന്നതിൽ, നമ്മളതിൽ കക്ഷിയല്ല, ഒന്നുമല്ല. എന്നാൽ പോലും ഇത് കാണേണ്ടി വരുന്നതിൽ നമുക്കത്ര സുഖമൊന്നും തോന്നുന്നില്ല. മനുഷ്യൻ ദുഃഖിക്കുന്നു, മനുഷ്യൻ കരയുന്നു. അപ്പം നമുക്ക് NV കൃഷ്ണവാര്യർ പറഞ്ഞ പോലെ എവിടെ മനുഷ്യൻ്റെ പിന്നെ കാലിൽ പിന്നെ ചങ്ങലയുണ്ടോ അത് നമ്മുടെ കാലിൽ തന്നെയാണത്. എവിടെയാണ് മനുഷ്യന് പ്രഹരമേക്കുന്നത് അത് നമ്മുടെ പുറത്ത് തന്നെയാണ് ആ പ്രഹരം വീഴുന്നത്. ആ ദുഃഖം നമുക്കും മനുഷ്യരാശിക്ക് മൊത്തമായിട്ടത് പിന്നെ കിട്ടുന്നു എന്നുള്ള സങ്കടകരമായ കാര്യമുണ്ട്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അതാണ് ആവശ്യമായിട്ടുള്ള കാര്യം. ഈ ഹമാസിനെ തോൽപ്പിച്ചു, എന്നിട്ട് ഒരു 10 വർഷം അല്ലെ 20 വർഷം കഴിഞ്ഞ് അവർ വീണ്ടും ഈ യുദ്ധവും പ്രശ്നവുമായിട്ട് വന്നാലോ? അപ്പോൾ ഒരു സ്ഥിരമായൊരു മാറ്റമാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഹമാസും ഇവരൊക്കെ ആ ചിന്താഗതിയിലൊരു മാറ്റം വരണം. ഇസ്രായേലോട് ജീവിച്ചു പോട്ടെ, അവരും ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അവരും കൂടി ഇത്തിരി പോകുന്ന ഒരു രാജ്യമാണ്. ഇത്തിരി പോകുന്ന കുറച്ച് മനുഷ്യർ മാത്രമാണുള്ളത്. അവരും അവിടെ ജീവിച്ചു പോട്ടെ എന്നുള്ള ആ ചിന്താഗതിയിലൊരു മാറ്റം വന്നാൽ പിന്നെ തന്നെ പ്രശ്നം തീരും. അവരെ കൂടി ജീവിക്കാൻ അനുവദിക്കുക അവിടെ. അപ്പോൾ തന്നെ ആ പ്രശ്നം അവസാനിക്കും. എന്തായാലും ഈ ദുഃഖം നമ്മളധികം കാണാൻ ഇടവരാതിരിക്കട്ടെ. ഈ മനുഷ്യരൊന്നും ഇങ്ങനെ ദുഃഖിക്കാൻ, ഇങ്ങനെ പിന്നെ പീഡിപ്പിക്കപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.